നാളെ ഡിസംബർ 17, അതായത് ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് നാളെയാണ് കുചേല ദിനം. കുചേല ദിനം എന്നാൽ കുചേലൻ്റെ ജന്മദിനമല്ല കേട്ടോ. അതായത് കുചേലനെ ഭഗവാൻ കുബേരനാക്കിയ ദിനമാണ് കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രധാനമായിട്ടും ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ അവൽക്കിഴി വഴിപാടായിട്ട് സമർപ്പിക്കുക പതിവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൽക്കിഴി സമർപ്പിക്കുന്നത്? അതായത് ദാരിദ്ര്യ ദുഃഖ ശമനത്തിനായിട്ടാണ് അവൽക്കിഴി സമർപ്പിക്കുന്നതെന്ന് പറയും. ഈ കുചേലൻ എന്ന പേര് ഭാഗവതത്തിലൊന്നും കാണാൻ കഴിയില്ല. ഭാഗവതത്തിൽ സുധാമാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ നാരായണ ഭട്ടതിരിപ്പാടാണ്, നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് അദ്ദേഹത്തെ കുചേലൻ എന്ന് അഭിസംബോധന ചെയ്തത്. അദ്ദേഹം നാരായണീയം രചിക്കുമ്പോൾ ഭഗവാൻ കേൾവിക്കാരനായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുചേല ഉപാഖ്യാനം എഴുതുമ്പോൾ അദ്ദേഹം കുചേലൻ എന്ന് അഭിസംബോധന ചെയ്താണത്രേ എഴുതി തുടങ്ങിയത്. ഭഗവാൻ തിരുത്താൻ പലവട്ടം ശ്രമിച്ചിട്ടും അദ്ദേഹം തയ്യാറായില്ല. കാരണം അതിനു മുൻപായിട്ട് അന്ന് കാലത്ത് ക്ഷേത്രത്തിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക പതിവുണ്ട്. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് അവിടെ ആരോ ചോദിച്ചു അത്രേ, ആർക്കാണ് ഈ ഇലയിട്ടിരിക്കുന്നത്? അതാ വാദക്കാരൻ പട്ടേരിക്കാണെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അദ്ദേഹത്തെ വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചത് ഭഗവാൻ സഹിച്ചുല്ലോ, കേട്ടുല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ കുചേലൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് എന്താ ദോഷം, എന്താ അങ്ങേക്ക് പ്രശ്നം എന്ന് ചോദിച്ചു അത്രേ. പിന്നെ ഭഗവാനൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. കുചേലൻ എന്നാൽ മുഷിഞ്ഞ വേഷധാരി എന്നാണ് അർത്ഥം. അപ്പോൾ കുചേലൻ എന്ന പേര് സുധാമാവിന് കൊടുത്തത് പട്ടേരിപ്പാടാണ്. അങ്ങനെ അപ്പോൾ ഈ കുചേലൻ 4 പിടി അവലാണ് ഭഗവാന് സമർപ്പിച്ചത്. അതോടെ അദ്ദേഹത്തിന് ദ്വാരകയിലെ ഭഗവാൻ ജീവിക്കുന്ന അതേ മണിമാളികകളും സൗഭാഗ്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ 4 പിടി അവൽ സമർപ്പിക്കുമ്പോൾ ആഗ്രഹിച്ചത്, എനിക്ക് ഭഗവാനോട് എന്നും സൗഹൃദ സഖ്യ മൈത്രി ദാസ്യഭാവങ്ങൾ ഉണ്ടാവണേ, എത്ര ജന്മങ്ങൾ എടുത്താലും എനിക്ക് അങ്ങയോട് ഈ ഗുണങ്ങളെല്ലാം എനിക്ക് നൽകി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമർപ്പണ ബുദ്ധിക്കാണ് അദ്ദേഹത്തിന് ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയത്. ഉദ്ധവർ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് യഥാർത്ഥ ദരിദ്രൻ? എത്ര ഉണ്ടായിട്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഇത്ര യഥാർത്ഥ ദരിദ്രൻ. അപ്പോൾ നമുക്കും ഒരുപാട് ദാരിദ്ര്യങ്ങളുണ്ടായിരിക്കും. അതായത് സമ്പത്തും ഐശ്വര്യവും മാത്രമല്ല ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണങ്ങൾ. നമുക്ക് ജ്ഞാനം, അതുപോലെ അറിവില്ലാത്ത പല കലകൾ, അതിലൊക്കെ നമ്മൾ ദരിദ്രരായിരിക്കും. ഇവിടെയെല്ലാം നമുക്ക് ദാരിദ്ര്യം മാറാൻ ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.